ഓക്കെ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏം, ഒരു ഇന്റീരിയർ പേജ് ടെംപ്ലേറ്റ് നമുക്ക് എങ്ങനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാം എന്നതിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എബൌട്ടസ് പേജ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ക്ലിക്ക് ചെയ്തൊന്നും വർക്ക് ആവില്ല നമ്മുടെ കയ്യിൽ. സോ ഇത് എബൌട്ടസ് പ്രൈവസി പോളിസി പേജ്, സോ ഇതെല്ലാം നമുക്കൊരു ആം, ഒരു ജനറിക് പേജ് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗോത്ര ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ അന്ന് ഡൗൺലോഡ് ചെയ്ത സ്റ്റാറ്റിക് ഫയൽസ് ഇത് ഫോൾഡറില്ല, അതിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും ഇന്റീരിയർ പേജ് എന്ന് പറഞ്ഞിട്ടൊരു HTML ഫയൽ ഉണ്ട്. ഓക്കെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു സാമ്പിൾ HTML ടെംപ്ലേറ്റ് ആണ്. ഈ പേജാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് നമ്മുടെ വേർഡ് പ്രസിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഒരു പേജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. പേജ് എവിടെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമുക്ക് അഡ്മിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഞാനപ്പോൾ അഡ്മിൻ പേജിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യാം. /WP അഡ്മിൻ ആണ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ എക്സിസ്റ്റിംഗ് പറഞ്ഞ് /WP അഡ്മിനെ കൊടുത്ത് നമുക്ക് അഡ്മിനിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ കറസ്പോണ്ടിങ് എൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, സോ ലോഗിൻ ആയ ശേഷം നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ പേജസ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പേജസിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് ന്യൂ ബട്ടൺ ഉണ്ടാവും, ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം അതൊരു പുതിയ പേജാണ്, അപ്പോൾ പേജിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസും കണ്ടന്റൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ ചോദിക്കും. ഞാനിവിടെ എഴുതാം എബൌട്ട് അസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. എബൌട്ട് അസ് പേജിനെ പോലെ എബൌട്ട് അസ് about regarding about us page. ഓക്കെ, എന്നിട്ട് കുറച്ച് ഇതുണ്ട്, ചുമ്മാ ടെക്സ്റ്റ് എനിക്ക് കൊടുക്കണം. ഞാൻ ലോവർ മാക്സ് എടുത്തു, ടെക്സ്റ്റ് എടുത്തു, ചുമ്മാ റാൻഡമായിട്ട് കുറച്ച് ടെക്സ്റ്റ് എഴുതി കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യാണ്. നമ്മൾ എഴുതിയ ടെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു, അത് ഞാൻ പബ്ലിഷ് ചെയ്യാണ്. സോ നമ്മുടെ ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു പേജും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ച് വേർഡ് പ്രസിലേക്ക് പോയി നമ്മുടെ ഒരു പേജും കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും പ്രൈവസി പോളിസി കിടക്കുന്നുണ്ട്, പക്ഷെ ഡ്രാഫ്റ്റ് സ്റ്റേജിലാണത്, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എഡിറ്റ് കൊടുത്തിട്ട് സെയിം കണ്ടന്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഇവർ കൊടുത്ത് ഇതേ കണ്ടന്റ് വെച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, പബ്ലിഷ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ പബ്ലിഷ് കൊടുത്ത സാധനം പ്രിവ്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ പേജ്. സോ ഇതാണ് ഇപ്പോഴത്തെ പേജ്. പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ചുമ്മാ അവിടെ ഓൾറെഡി കൊടുത്ത പ്രൈവസി പേജ് ആണ്, അത് നമ്മൾ പബ്ലിഷ് ചെയ്തു, അത് നമ്മൾ പ്രിവ്യൂ ചെയ്തു. പക്ഷെ പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും, അത് കാണുമ്പോൾ തന്നെ ലൈക്ക് ഇതിങ്ങനെയല്ല നമ്മൾ വിചാരിച്ചിരുന്നത് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് വർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇന്റീരിയർ പേജ് ടെംപ്ലേറ്റ്, അതൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തത് Notepad++ലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് എഡിറ്റർ എന്താണോ വെച്ചാൽ അതിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എടുക്കാൻ പോകുന്നത് ഹെഡർ ഫൂട്ടർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു നമ്മുടെ കണ്ടന്റ്സിന് വേണ്ടിയിട്ട്. സോ അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കേസിൽ നമ്മൾക്ക് എടുക്കേണ്ടത് ഈ ഹെഡറിനെയും ഫൂട്ടറിനെയും ഇടയിലത്തെ പോർഷനാണ്. സോ പേജ് ബാനർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പേജ് സെക്ഷൻ, പേജ് ഓക്കെ എക്സാക്ട്ലി പേജ് ബാനർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തിട്ട് നമുക്ക് ഒരു ഇവിടുന്ന് ഇത്രയും മതി നമ്മുടെ കേസിൽ. ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇത്രയും എടുത്ത ശേഷം ഇത് ഫൂട്ടറിലേക്കും പോയി. ഓക്കെ, നമുക്ക് ഇത്ര ആവശ്യം മതി കണ്ടന്റ്. സോ ഇത് കോപ്പി ചെയ്യാം. സോ ഞാൻ പറഞ്ഞു പേജ് ബാനർ തൊട്ടിട്ട് ജനറിക് കണ്ടന്റ് വരെ ഫുള്ള്, എന്ന് വെച്ചാൽ പേജ് സെക്ഷൻ പേജിന് മുമ്പത്തെ സെക്ഷൻ വരെ. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ പേജസ് നമ്മൾ എവിടെ വർക്ക് ചെയ്യുക, കഴിഞ്ഞ ദിവസം പറഞ്ഞു page.php നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്.
പേജ് ഡോട്ട് പി എച്ച് പിയിൽ നമ്മൾ H1 ഉം H2 ഒക്കെ ഞാൻ എടുത്ത് കളയുന്നു, നമുക്ക് ആവശ്യമില്ല. H1 ഉം H2 ഉം ഈ കണ്ടന്റും ഞാൻ എടുത്ത് കളയുന്നു. നമ്മൾ മുമ്പ് എഴുതിയ കണ്ടന്റ് ഉണ്ട്, സോ അതും ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഇത് മുമ്പ് ചെക്ക് ചെയ്ത പ്രൈവസി പോളിസി റീലോഡ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. കൂൾ. അപ്പോൾ നമ്മുടെ പ്രൈവസി പോളിസിയിൽ ഇത്ര ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത നമ്മൾ ഫുൾ പേജ് അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞാൽ എടുക്കാൻ പറഞ്ഞു ഇൻറ്റീരിയർ ഇതിനുള്ളിൽ ലൈക്ക് എന്താ പറയുക, ഇൻറ്റീരിയർ പേജിൻ്റെ HTML കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ PHP ഇട്ടിട്ട് അതെടുത്ത് ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ പ്രൈവസി പോളിസി ഇപ്പോൾ ഒരുവിധം നന്നായിട്ടുണ്ട് നമ്മുടെ കേസിൽ. പക്ഷെ നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിൽ ഓരോന്നോരോന്ന് വർക്ക് ചെയ്ത് തരും. ഈ ഹിസ്റ്ററി ഹിസ്റ്ററി ടൈറ്റിൽ നമുക്ക് ആവശ്യമില്ല. സോ അത് ജനറിക് ആയിട്ട് എടുക്കണം. അതിനെന്ന് വെച്ചാൽ നമുക്ക് page.php പോവാം. ഫസ്റ്റ് page.php അവർ ഹിസ്റ്ററി ചെയ്യുന്നുണ്ടോ, ഇത് സ്റ്റാറ്റിക് ആണ്, നമുക്കിത് ചേഞ്ച് ചെയ്യാം. സ്റ്റാറ്റിക് നമുക്ക് ആവശ്യം, നമുക്ക് ഡൈനാമിക് ആക്കണം. സോ PHP ക്ലോസിംഗ് ടാഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ടൈറ്റിൽ എങ്ങനെ കിട്ടാന്നുള്ളത്. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ദി അണ്ടർസ്കോർ. നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ടൈറ്റിൽ. ഓക്കെ, സെമിക്കോളൻ. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. പ്രൈവസി പോളിസി എടുത്തു ഓട്ടോമാറ്റിക്. സോ അത് നമ്മുടെ കേസിൽ ഡൈനാമിക് ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ നമ്മുടെ ജനറിക് കണ്ടന്റ്സ് കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ടന്റ് അല്ല ഇതിപ്പോൾ കിടക്കുന്നത്. ഓക്കെ, നമുക്കിത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് കുറച്ച്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജനറിക് കണ്ടന്റിലേക്ക് പോയിട്ട് ഈ ലോറൻസം ടെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു PHP എഴുതും. നമ്മൾ എഴുതിയ കണ്ടന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പേജിൻ്റെ കറസ്പോണ്ടിങ് കണ്ടന്റ് അത് ലോഡ് ചെയ്യാൻ നമ്മൾ പറയണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ദി അണ്ടർസ്കോർ കണ്ടന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പേസ് സേവ് ചെയ്യുക, എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രൈവസി പോളിസി പേജിൻ്റെ കറസ്പോണ്ടിങ് കണ്ടന്റ് ആണ് നമ്മളിത് ലോഡ് ചെയ്യിച്ചത്. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് ബാർ മെനു ഉണ്ടല്ലോ, നമ്മുടെ ഈ അബൌട്ടസ്, അവർ ഹിസ്റ്ററി, അവർ ഗോൾസ്, ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഞാൻ VS കോഡ് യൂസ് ചെയ്യുന്നത്. VS കോഡിൽ പക്ഷേ പേജ് ലിങ്ക്സ് ഈ ഡിവണ് ആയിട്ടുണ്ട്, പേജ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് അബൌട്ടസ്, അവർ ഹിസ്റ്ററി, അവർ ഗോൾസ് ഉണ്ട്. സോ ഈ ഡിവ് അങ്ങനെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യണം. സോ Ctrl/ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കമൻറ്റ് ആവും. സെലക്ട് ചെയ്യുക നമ്മുടെ കോഡ്, VS കോഡ്, Ctrl/ ഞെക്കി കഴിഞ്ഞാൽ കമൻറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾക്ക് വർക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് സ്റ്റാർട്ടിങ് കൊടുക്കുക, ലൈക്ക് ലെസ് ദാൻ എക്സ്ക്ലമേറ്ററി മൈനസ് മൈനസ്, എന്നിട്ട് എവിടെ അവസാനിക്കും വെച്ചാൽ അവിടെ മൈനസ് മൈനസ് ഗ്രേറ്റർ ദാൻ കൊടുക്കുക. അപ്പോൾ ആ പോർഷൻ്റെ ഉള്ള HTML കമൻറ്റ് സെക്ഷനാണത്, HTML കോഡിൻ്റെ. ഇത് റെഡ് ഉണ്ടാവില്ല. നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ കൊടുത്ത കമൻറ്റ് സെക്ഷൻ ഇത് വർക്കായോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇത് വർക്കായി കഴിഞ്ഞു. സോ നമ്മളിവിടെ സൈഡ് ബാർ ഉണ്ടായിരുന്നു, നമ്മളത് കമൻറ്റ് ചെയ്തപ്പോൾ അത് വർക്കായി. ഇനി അടുത്ത വെച്ചാൽ നമുക്ക് സബ് ടൈറ്റിൽ ചേഞ്ച് ഉണ്ട് നമ്മുടെ കേസ്. ഈ ലേൺ ഹൗ ദി സ്കൂൾ ഓഫ് യുവർ ടീം സ്റ്റാർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല ഇത് ഞാൻ, പക്ഷെ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യണ്ട. അപ്പം ഞാൻ മറക്കാനത്തേക്ക് എഴുതാൻ പോവുക, ദിസ് വി നീഡ് ടു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് റീലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതി വെച്ചു, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യില്ല, പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിച്ച കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഡ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലോഡ് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ മുമ്പ് ഫേസ് ചെയ്ത പോലെ പാത്തൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആ പാത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്താലേ അത് എടുക്കുള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ PHP റാപ്പ് ചെയ്യുന്നു നമ്മുടെ കോഡ്, സ്പേസ്, ഇവിടെ ഒരു എക്കോ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ എഴുതും നമ്മൾ, get underscore theme underscore file underscore URI എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ കൊടുത്ത ഇമേജിൻ്റെ പാത്ത് നമ്മൾ
സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്പേസ് നമുക്കൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആവശ്യമുണ്ട്. ഇവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ്, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ PHP ക്ലോസ് ചെയ്യുന്നു. സോ ബേസിക്കലി ഈ ഇമേജ് മാത്രം ഉണ്ടായിരുന്നത്, ഈ ഇമേജിൻ്റെ ഇടയിൽ നമ്മൾ PHP കോഡ് വെച്ച് റാപ്പ് ചെയ്തു. PHP എക്കോ, പിന്നെ ആ ഫംഗ്ഷൻ വഴി ഗെറ്റ് തീം ഫയൽ URI എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ ഇമേജ് എടുക്കാൻ പറഞ്ഞു, ഇമേജസിൻ്റെ ഉള്ളുണ്ട് എടുക്കാൻ പറഞ്ഞു പാത്ത്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം വരണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കേസിൽ ഇതും വർക്കായി. സോ ഇനി അടുത്തത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ് ഇത്. പക്ഷേ നമ്മളിതിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, നമ്മൾ പിന്നെ ചെയ്യാം. സോ തൽക്കാലം ഞാൻ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാനത് കറസ്പോണ്ടിംഗ്ലി ഫിക്സ് ചെയ്ത് തരാം നിങ്ങൾക്ക്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നുണ്ടാവുക. ഇതേ പേജ് ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഒന്ന് നിർത്തുന്നു ഇവിടെ വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്, ബൈ.